Hi all, welcome to Chlorophyll Learning Platform. Today we will discuss an important topic for your QED biology exam under the subheading Genetics and Evolution. The topic is DNA replication. സോ എന്താണ് DNA റെപ്ലിക്കേഷൻ? DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു DNA-യിൽ നിന്ന് അതിന്റെ ഐഡന്റിക്കൽ കോപ്പീസ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. So, DNA replication is the process by which DNA makes an identical copy of itself before cell division. Cell division മുന്നേ ആയിട്ട് ഒരു DNA-യിൽ നിന്ന് അതിന്റെ ഐഡന്റിക്കൽ കോപ്പീസ്, അതായത് ഡോട്ടർ DNA ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് DNA replication എന്ന് പറയുന്നത്. DNA replication എന്ന് പറയുന്നത് സെമി കൺസർവേറ്റീവ് മോഡിലാണ് നടക്കുന്നത്. അതായത് ഒരു ഡോട്ടർ DNA എന്ന് പറയുമ്പോൾ അതിലെ ഒരു ഓൾഡ് സ്ട്രാൻഡും ഉണ്ടാവും, ഒരു ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡും ഉണ്ടാവും. ഈ ഒരു സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ആണ് നടക്കുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്തത് മിസിൽസൺ ആൻഡ് സ്റ്റാൾ എന്ന പേരുള്ള രണ്ട് സയന്റിസ്റ്റുകളാണ് ഈ ഒരു സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ആണെന്നുള്ളത് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഓരോ പുതിയ ഉണ്ടാവുന്ന ഓരോ DNA മോളിക്യൂളിലും ഒന്ന് പാരന്റൽ സ്ട്രാൻഡ് ആയിരിക്കും, ഒന്ന് ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി അവർ എക്സ്പെരിമെന്റ് നടത്തി. അതിൽ യൂസ് ചെയ്തത് എസ്ക്രീഷ്യ കോളൈ, അതായത് ഈക്കോളൈ യൂസ് ചെയ്തിട്ടാണ് ആ എക്സ്പെരിമെന്റ് നടത്തിയത്. ഈക്കോളൈനെ അവര് നൈട്രജന്റെ ഹെവി ഐസോട്ടോപ്പിലും, അതായത് N15 ആൻഡ് നൈട്രജന്റെ ലൈറ്റർ ഐസോട്ടോപ്പ്, അതായത് N14, അങ്ങനെ രണ്ട് മീഡിയത്തിൽ അവർ ഈക്കോളൈനെ വളർത്തി. എന്നിട്ട് അവർ എക്സ്പെരിമെന്റ് ചെയ്ത് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ വഴി അതിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ബാൻഡ് ഫോം ചെയ്തതനുസരിച്ച്, DNA-യുടെ ബാൻഡ് ഫോം ചെയ്തതനുസരിച്ച് അവിടെ നടന്നത് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ആണെന്നുള്ളത് അവര് പ്രൂവ് ചെയ്തു. ഇനി പറയുന്നത് ഇതിന്റെ ഡയറക്ഷൻ ആണ്. അതായത് DNA-യുടെ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ അത് നടക്കുന്നത് 5' to 3' ഡയറക്ഷനിലാണ്. അതായത് DNA പോളിമറൈസ് ആണ് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. DNA പോളിമറൈസ് ആണ് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ന്യൂക്ലിയോടൈഡ്സിനെ DNA പോളിമറൈസ് ആഡ് ചെയ്യുന്നത് 5' to 3' ഡയറക്ഷനിലാണ്. ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ DNA പോളിമറൈസിനെ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ഡയറക്ഷനിലെ? 5' to 3' ഡയറക്ഷനിലെ. നേരെ മറിച്ച് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് 3' to 5' ഡയറക്ഷനിലാണ്. ഇനി ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട എൻസൈംസ് ആണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. DNA റെപ്ലിക്കേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു എൻസൈമാണ് ഹെലിക്കേസ്. ഹെലിക്കേസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, DNA എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്, അല്ലെ? അപ്പൊ ആ ഹെലിക്കൽ സ്ട്രക്ചർ, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ DNA റെപ്ലിക്കേഷൻ നടക്കില്ല. അപ്പൊ അതിനെ അൺവൈൻഡ് ചെയ്യണം, അതായത് ഈ രണ്ട് സ്ട്രാൻഡിനെ പിരിച്ചെടുക്കണം. അപ്പൊ ആ ഒരു അൺവൈൻഡിങ് പ്രോസസ്സ്, DNA ഡബിൾ ഹെലിക്സിന്റെ അൺവൈൻഡിങ് പ്രോസസ്സ് ചെയ്യുന്ന എൻസൈമാണ് ഹെലിക്കേസ്. അടുത്ത എൻസൈമാണ് ടോപ്പോ ഐസോമറേസ് അല്ലെങ്കിൽ ഗൈറേസ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ DNA ഹെലിക്കേസ് വന്നിട്ട് അഴിച്ചെടുക്കുമ്പോൾ ആ അഴിച്ചെടുത്ത് ആ അറ്റഭാഗം നോക്കുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ ടൈറ്റ് ആയ പോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ അഴിച്ചെടുക്കുമ്പോൾ അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാവും, സ്ട്രെയിൻ ഉണ്ടാവും. ആ സ്ട്രെസ് റിലീവ് ചെയ്യാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ആ സൂപ്പർ കോയിലിംഗ് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് ടോപ്പോ ഐസോമറേസ്. അടുത്ത എൻസൈമാണ് പ്രൈമേസ്. പ്രൈമേസിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ RNA പ്രൈമറിനെ സിന്തസൈസ് ചെയ്യാന്നുള്ളതാണ് പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഫംഗ്ഷൻ. ഇനി അടുത്ത എൻസൈം DNA പോളിമറേസ് 3 ഉണ്ട്, DNA പോളിമറേസ് 1 ഉണ്ട്. അതിൽ DNA പോളിമറേസ് 3ന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് DNA സിന്തസിസിന് സഹായിക്കുന്ന, പ്രൊകാരിയോട്സിൽ DNA സിന്തസിസിന് സഹായിക്കുന്ന ഒരു എൻസൈമാണത്. ഇനി DNA പോളിമറേസ് 1 പറയുകയാണെങ്കിൽ അത് RNA പ്രൈമറിനെ റിമൂവ് ചെയ്തിട്ട് ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അതായത് RNA പ്രൈമറിനെ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ഗ്യാപ്പുകൾ വരും. അപ്പൊ ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് DNA പോളിമറേസ് 1. ഇനി അടുത്താണ് ലിഗേസ്. ലിഗേസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്ട്രാൻഡ് വരും, അതായത് ലീഡിങ് സ്ട്രാൻഡ് ഉണ്ട്, ലാഗിങ് സ്ട്രാൻഡ്. അതായത് ഒരു DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ആ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിനെ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ അത് രണ്ട് സ്ട്രാൻഡ് ആയിട്ട് മാറും. അതിൽ ഒന്ന് ലീഡിങ് സ്ട്രാൻഡും ഒന്ന് ലാഗിങ് സ്ട്രാൻഡും ആണ്. ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് റെപ്ലിക്കേഷൻ നടക്കും. കാരണം 5' to 3' ഡയറക്ഷനിലാണ് DNA സിന്തസിസ് നടക്കുന്നത്. അപ്പൊ ആ ഒരു സ്ട്രാൻഡിൽ, ലീഡിങ് സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് സിന്തസിസ് നടക്കും. നേരെ മറിച്ച് ലാഗിങ് സ്ട്രാൻഡിലെ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പേരുള്ള ചെറിയ ഷോർട്ട് സെഗ്മെന്റ്സ് ആയിട്ടാണ് DNA ഉണ്ടാവുന്നത്. അത് കഴിയുമ്പോൾ ഫൈനലി എന്തുണ്ടാവും? ഈ എല്ലാ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സിനെയും കൂടി ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അതിന് സഹായിക്കുന്ന എൻസൈമാണ് ലിഗേസ്. ലിഗേസിന്റെ വേറെ പേരാണ് മോളിക്കുലാർ ഗ്ലൂ.
ഓക്കെ, അപ്പൊ ഈ ലിഗേസ് എന്ന് പറയുന്ന എൻസൈം വെച്ചിട്ട് ഈ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിലൊക്കെ ജോയിൻ ചെയ്യും. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലീഡിങ് സ്ട്രാൻഡും ലാഗിങ് സ്ട്രാൻഡും. അപ്പൊ ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് നടക്കും ടുവേർഡ്സ് ദ റെപ്ലിക്കേഷൻ ഫോർക്ക്. നേരെ മറിച്ച് ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് സിന്തസിസ് നടക്കുന്നത്. അതായത് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് എവേ ഫ്രം ദ റെപ്ലിക്കേഷൻ ഫോർക്ക്. അങ്ങനെ അത് എന്ത് ഫോം ചെയ്യും? ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ഫോം ചെയ്യും. ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് DNA ഫ്രാഗ്മെന്റ്സ് ആണ്. ലാഗിങ് സ്ട്രാൻഡിലാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ലീഡിങ് സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ലാഗിങ് സ്ട്രാൻഡിൽ ഉണ്ടാവുന്നതാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഈ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യുന്ന എൻസൈമാണ് DNA ലിഗേസ്. ഒക്കസാക്കി എന്ന പേരിൽ ഒരു സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുമ്പോൾ ഈ ഹെലിക്കേസ് വന്നിട്ട് DNA ഡബിൾ ഹെലിക്കേസ് സ്ട്രക്ചറിനെ അൺവൈൻഡ് ചെയ്യുമ്പോൾ, അതായത് അഴിച്ചെടുക്കുമ്പോൾ ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് വൈ ഷേപ്ഡ് സ്ട്രക്ചർ, വൈ ഷേപ്ഡ് റീജിയൻ. അവിടെയാണ് DNAയുടെ അൺവൈൻഡിങ് റെപ്ലിക്കേഷൻ ഒക്കെ നടക്കുന്നത്. ദെൻ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒറി സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ DNA ഉള്ള ഒരു സ്പെസിഫിക് സൈറ്റ് ആണ്. ആ ഒരു പോയിന്റിൽ നിന്നാണ് റെപ്ലിക്കേഷൻ തുടങ്ങുന്നത്. പ്രൊക്കാരിയോട്സിൽ സാധാരണ ഒരു ഒറിജിൻ പോയിന്റേ ഉള്ളൂ. യൂകാരിയോട്സിലെ മൾട്ടിപ്പിൾ ഒറിജിൻസ് കാണാം. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ പ്രൊക്കാരിയോട്സിൽ സിംഗിളേ ഉള്ളൂ, യൂകാരിയോട്സിൽ മൾട്ടിപ്പിൾ ഒറിജിൻസ് ഉണ്ട്. DNAന്റെ ഷേപ്പ് പ്രൊക്കാരിയോട്സിൽ സർക്കുലർ ആണ്, പക്ഷേ യൂകാരിയോട്സിൽ ലീനിയർ ആണ്. റെപ്ലിക്കേഷൻ സ്പീഡ് പ്രൊക്കാരിയോട്സിനെ നോക്കുമ്പോൾ കുറച്ച് ഫാസ്റ്റർ ആണ്, പക്ഷേ യൂകാരിയോട്സിൽ കുറച്ച് സ്ലോ റേറ്റിലാണ് നടക്കുന്നത്. ദെൻ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് പ്രൊക്കാരിയോട്സിൽ ലോങ്ങർ ഫ്രാഗ്മെന്റ്സ് ആണ്, യൂകാരിയോട്സിൽ ഷോർട്ടർ ആണ്. ഇനി സയന്റിസ്റ്റുകൾ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വാട്സൺ ആൻഡ് ക്രിക്ക് ഡബിൾ ഹെലിക്കൽ മോഡൽ കണ്ടുപിടിച്ച ആളുകളാണ്. മിസെൽസണും സ്റ്റാളുമാണ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ആണെന്നുള്ളത് പ്രൂവ് ചെയ്ത് മിസെൽസൺ ആൻഡ് സ്റ്റാൾ. ദെൻ ആർത്തർ കോൺബർഗ് എന്ന് പറയുന്നതാണ് ആളാണ് DNA പോളിമറേസ്. അതുകൊണ്ട് തന്നെ DNA പോളിമറേസിനെ കോൺബർഗ് എൻസൈം എന്നും വിളിക്കുന്നുണ്ട്. കാരണം അത് കണ്ടുപിടിച്ചത് ആർത്തർ കോൺബർഗ് എന്ന പേരിലൊരു ആളാണ്. അയാളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട്, ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് DNA പോളിമറേസിനെ കോൺബർഗ് എൻസൈം എന്നും അറിയപ്പെടുന്നുണ്ട്. We are moving on to the question. First question, DNA replication in living organism is. ലിവിങ് ഓർഗാനിസം നടക്കുന്ന DNA റെപ്ലിക്കേഷൻ ഏത് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ ഒരു 2 സ്ട്രാൻഡിനെയും കൺസർവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ അതെല്ലാം നടക്കുന്നത്. ദെൻ ഈ പറയുന്ന സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡിസ്പേഴ്സീവ് എന്ന് പറയുമ്പോൾ ഓരോ പീസായിട്ട് നമ്മൾ പ്രിസർവ് ആവുകയാണ് ചെയ്യുന്നത്, ഫുൾ ആയിട്ടല്ല. ഓക്കെ, സോ ഇവിടെ DNA റെപ്ലിക്കേഷൻ മോഡ് എന്ന് പറയുന്നത് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ പ്രൂവ്ഡ് സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ എക്സ്പെരിമെന്റലി? ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി മിസെൽസൺ ആൻഡ് സ്റ്റാൾ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഈക്കോളൈ വെച്ചിട്ടായിരുന്നു ആ എക്സ്പെരിമെന്റ് നടത്തിയത്. നൈട്രജന്റെ തന്നെ ഹെവി ആൻഡ് ലൈറ്റർ ഐസോട്ടോപ്പിൽ ഈക്കോളൈനെ വളർത്തി ഡെൻസിറ്റി ഗ്രാഡിയന്റ് സെൻട്രിഫിക്കേഷൻ വഴി അവരത് ബാൻഡ് ഫോം ചെയ്തൊക്കെ നോക്കി. അങ്ങനെയാണ് അവര് കണ്ടുപിടിച്ചത്, പ്രൂവ് ചെയ്തത്. അപ്പൊ അതിന്റെ ആൻസർ മിസെൽസൺ ആൻഡ് സ്റ്റാൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DNA സിന്തസിസ് ഒക്കേഴ്സ് ഇൻ വിച്ച് ഡയറക്ഷൻ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഏത് ഡയറക്ഷനിലാണ് DNA സിന്തസിസ് നടക്കുന്നത്? 5' to 3' ഡയറക്ഷനിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം അൺവൈൻഡ്സ് ദ DNA ഡബിൾ ഹെലിക്സ് ഡ്യൂറിംഗ് റെപ്ലിക്കേഷൻ? റെപ്ലിക്കേഷന്റെ സമയത്ത് നമ്മൾ എല്ലാ എൻസൈംസും ഡിസ്കസ് ചെയ്തതാണ്. ആ കൂട്ടത്തിൽ DNA ഡബിൾ ഹെലിക്സിനെ റെപ്ലിക്കേഷന്റെ ടൈമിൽ അൺവൈൻഡ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഹെലിക്കേസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ആർ ഫോംഡ് ഓൺ. എവിടെയാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ഫോം ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. ലീഡിംഗ് സ്ട്രാൻഡ് ഉണ്ട്, ലാഗിംഗ് സ്ട്രാൻഡ് ഉണ്ട്. ലീഡിംഗ് സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് റെപ്ലിക്കേഷൻ നടക്കും. നേരെ മറിച്ച് ലാഗിംഗ് സ്ട്രാൻഡിൽ ആ ഡയറക്ഷൻ വ്യത്യാസം വരുന്നത് കൊണ്ട് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കില്ല. ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സ്, അതിനെ പറയുന്ന പേരാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. അങ്ങനെയാണ് അതിൽ നടക്കുന്നത്. അതിനുശേഷം ഈ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെയൊക്കെ DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈം വന്നിട്ട് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ലാഗിംഗ് സ്ട്രാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ജോയിനിങ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ഈസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൻസർ ആണ് ലിഗേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RNA പ്രൈമറി സിന്തസൈസ്ഡ് ബൈ. RNA പ്രൈമർ സിന്തസൈസ് ചെയ്യുന്നത് ഈ കൂട്ടത്തിൽ ഏത് എൻസൈം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ആണ് അല്ലെ, ആറാണ്. ആർഎൻഎ പ്രൈമർ സിന്തസൈസ് ചെയ്യുന്നത്. അതിന്റെ ആൻസർ പ്രൈമേസ് ആണ് ആർഎൻഎ പ്രൈമർ സിന്തസൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം റിമൂവ്സ് ആർഎൻഎ പ്രൈമേഴ്സ് ഇൻ പ്രൊക്കാരിയോട്സ്? പ്രൊക്കാരിയോട്സിലെ ആർഎൻഎ പ്രൈമേഴ്സിനെ റിമൂവ് ചെയ്യുന്ന എൻസൈം ഏതാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് DNA പോളിമറേസ് 1 ആണ്. അപ്പൊ ഈ DNA പോളിമറേസ് 1 വന്നിട്ട് ഈ ആർഎൻഎ പ്രൈമേഴ്സിനെ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ ഗ്യാപ്പുകൾ വരും. ഈ ഗ്യാപ്പുകൾ ഫിൽ ചെയ്യപ്പെടും. പിന്നെ ന്യൂക്ലിയോടൈഡ്സ് എല്ലാം വന്നിട്ട് അവിടെ ഫിൽ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസേർഷൻ എ, ലാഗിംഗ് സ്ട്രാൻഡ് ഈസ് സിന്തസൈസ്ഡ് ഡിസ്കണ്ടിന്യൂസ്ലി. റീസൺ, DNA polymerase can synthesize DNA only in 5' to 3' direction. ഈ അസേർഷൻ കറക്റ്റ് ആണോ? റീസൺ കറക്റ്റ് ആണോ? ഈ അസേർഷന്റെ കറക്റ്റ് റീസൺ ആണോ അവിടെ കൊടുത്തിരിക്കുന്നത്? അതാണ് നമുക്ക് അറിയേണ്ടത്. ലാഗിംഗ് സ്ട്രാൻഡ് സിന്തസൈസ് ഡിസ്കണ്ടിന്യൂസ്ലി, ഞാൻ പറഞ്ഞതാണ് ലീഡിംഗ് സ്ട്രാൻഡിന്റെയും ലാഗിംഗ് സ്ട്രാൻഡിന്റെയും കാര്യം. അടുത്തത് പറഞ്ഞിട്ടുണ്ട് DNA polymerase can synthesize DNA only in 5' to 3' direction. കറക്റ്റ് ആണോ? അത് എന്താണ് അതിന്റെ ആൻസർ? രണ്ടും കറക്റ്റ് ആണ് അല്ലെ, അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. റീസൺ എന്ന് പറയുന്നത് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, RNA primer is necessary for DNA replication. Reason, DNA polymerase cannot initiate synthesis on its own. എന്താണത്? ശരിയാണോ? RNA പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മൾ പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈം ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ പ്രൈമർ ഉണ്ടാവുന്നത്. ഈ പ്രൈമർ വേണം DNA റെപ്ലിക്കേഷൻ നടത്തണമെങ്കിൽ അത് നെസസറി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? DNA പോളിമറേസിന് സിന്തസിസ് സ്വയമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു RNA പ്രൈമറിന്റെ ഒരു തുടക്കം കിട്ടാതെ സ്വന്തമായിട്ട് DNA പോളിമറേസിന് സിന്തസിസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണത്. അസേർഷനും കറക്റ്റ് ആണ്. ആ അസേർഷന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് റീസൺ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ DNA റെപ്ലിക്കേഷന്റെ മേജർ ഫോക്കസ് ഏരിയാസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. QAT എക്സാമിന് നന്നായിട്ട് പഠിക്കുക. ഇനി വരാനുണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. ഉള്ള സമയം വേസ്റ്റ് ചെയ്യാതെ നന്നായി പഠിക്കാം. ടെലിഗ്രാം ചാനലിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ഒപ്പം ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ്സും ഫോളോ ചെയ്യാം. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.